ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ അനിത നായരുടെ വെറൈറ്റി ബീഡ്സിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ബീഡ്സ് ആണ്. ബീഡ്സ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ അതിൻ്റെ ചേച്ചിയുണ്ട്. ജ്വല്ലറി മേക്കിങ്ങിന് നിങ്ങൾക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അതിൻ്റെ കോർക്കാനുള്ള ത്രെഡ്, പിന്നെ ഫിക്സ് ചെയ്യാനുള്ള കണക്റ്റേഴ്സ്, ബീഡ്സ്, സിൽവർ ബീഡ്സ്, ഇതുപോലെ കളേർഡ് ബീഡ്സ്, അങ്ങനെ എന്തൊക്കെ വേണോ ആ സംഭവങ്ങളൊക്കെ അതിൻ്റെ ചേച്ചിയുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇത് കണ്ടോ, ഇത് ക്ലോത്ത് ബീഡ്സ് ആണ്. പിന്നെ ഇത് കണ്ടോ, അയ്യോ, പേസ്റ്റൽ കളറിലെ കുഞ്ഞി ബട്ടർഫ്ലൈസ് ആണ്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ് എടുത്തതാണ് ഈ സംഭവങ്ങൾ. ഇത് കണ്ടോ, ചെറിയ പ്ലാസ്റ്റിക് കളേർഡ് ബീഡ്സ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഒരു മാർബിളിൻ്റെ പോലെയുള്ള ഒരു ബീഡ്സ് ആണ്. പിന്നെ കല്ലുകൾ കേട്ടോ, മാല കെട്ടാനുള്ള മറ്റേ സ്റ്റോൺസ് ഇല്ലേ, കാണിച്ചു തരാവേ. ഞാൻ ഏതാണ്ട് മറ്റേ നാഗവല്ലി ചെപ്പ് തുറക്കുന്ന പോലെയാണ്. ഞാൻ മുമ്പൊരിക്കൽ അനിത ചേച്ചിയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നൊരിക്കൽ എനിക്ക് ഭ്രാന്ത് കയറിയിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ളൊരു വട്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 10-70 ബ്രേസ്ലെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഒരു എക്സിബിഷന് അത് സെയിലായി പോവുകയും ചെയ്തു. ഇത് കണ്ടോ, ഇത് ശരിക്കും നല്ല തണുത്ത സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതും സ്റ്റോണാണ്. അയ്യോ, നല്ല കോൾഡ്. ഇതൊരു പിങ്കിഷ് ഓറഞ്ച് മിക്സായ ഒരു സ്റ്റോണാണ്. പിന്നെ ഇത് നല്ല രസമായിട്ട്, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിങ്ങനെ ഒരു ക്രാക്ട് ഡിസൈനാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ബീഡ്സും സ്റ്റോൺസും പിന്നെ വേറെ ഉണ്ട്. നമ്മുടെ ഇതിനെന്താ പറയുക, ഷെല്ലില്ലേ, അതിൻ്റെ പ്ലാസ്റ്റിക് ഡിഫറെൻറ്റ് കളേഴ്സ്, ഇതൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട സകലമാന സാധനങ്ങൾ നമ്മുടെ അനിത ചേച്ചിയുടെ വെറൈറ്റി ബീഡ്സിലുണ്ട്. അപ്പം വേറൊരു കൂടിയുണ്ട്, കാണിച്ചില്ല. ഇത് കണ്ടോ. അപ്പോൾ എൻ്റെ പോലെ ഇങ്ങനെ ഇടയ്ക്ക് വട്ട് കയറി ബീഡ്സൊക്കെ വാങ്ങി ബ്രേസ്ലെറ്റ്, മാലയൊക്കെ ഉണ്ടാക്കാൻ ക്രേസ് ഉള്ളവർക്ക് എന്തായാലും അനിത ചേച്ചിയുടെ അടുത്തേക്ക് പോയാൽ മതി. ഒരുപാട് വെറൈറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നുമല്ല, ഇത് ഞാൻ കുറച്ച് പെർട്ടിക്കുലർ ടൈപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, കമ്പനി ശേഖരം തന്നെയുണ്ട്. പല ഷേപ്പ് ആൻഡ് സൈസസ് ഓഫ് പേൾസ്, ബീഡ്സ്, സ്റ്റോൺസ് എല്ലാം ഉണ്ട്. പ്രാവശ്യം പക്ഷേ ഞാൻ ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ വാങ്ങിയത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ തലയിൽ തൂക്കുന്ന എന്താ ഇതിനെ പറയുന്നത്, ഹെയർ ആക്സസറിയാണ്. അപ്പോൾ ഒരു വട്ട് കയറി ഞാനിങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ ഞാനൊരു നാഗവല്ലി ആവാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഹെയർ ആക്സസറീസാണ്, പല ലെങ്ത്തിലുള്ള ഹെയർ ആക്സസറീസാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ അനിത ചേച്ചിയുടെ ബീഡ്സ് ഞാനിങ്ങനെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ, ഞാൻ ഈ പ്രത്യേകം ഈ പെർട്ടിക്കുലർ ഡിഫറെൻറ്റ് കളേഴ്സും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയ ബീഡ്സാണ് ഇതൊക്കെ. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ ഇതുമ്മ ചെയ്തിട്ട് നമ്മൾ മുടിയുമ്മ തൂക്കുമ്പോൾ തീരെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഏത് ടൈപ്പ് ബീഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ആക്സസറീസ് എന്ത് വേണമെങ്കിലും നമ്മുടെ അനിത ചേച്ചിയുടെ വെറൈറ്റി ബീഡ്സിൽ പോയി അന്വേഷിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.